ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി അയിലക്കറി ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതന്നെ പറയും. ഇതിലേക്ക് എന്താ ചെയ്തേക്കണത്? ഇതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവിട്ട് അത് പൊട്ടി വരുമ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ച് ഈ ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഈ ഉലുവ ഇടുന്നത് എപ്പോഴാ? ഉലുവ ആദ്യം ഇടും. ഉലുവ ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോ ഈ ചതച്ച 4 ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇതിലേക്ക് ഇടും. അതൊന്ന് വഴണ്ട് വരുമ്പോ നമ്മള് ഇതില് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി ഇതുണ്ട്. അത് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് ഈ ഉള്ളിയും ഇതൊക്കെ മൂത്ത് വരുമ്പോ ഇതിലിട്ടൊന്ന് വഴറ്റുക. അപ്പൊ നമ്മള് ഇനിയിപ്പോ ആ മിക്സയിലേക്ക് ഇടാൻ പോവാണ് ട്ടാ. അപ്പൊ വളരെ സിമ്പിളാണ്. ഉലുവ ഇടുന്നുണ്ടെന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത വരുന്നത് കേട്ടാ. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടി കഴിയുമ്പോ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ വഴണ്ടി വരുമ്പോ അതിലേക്ക് എന്തിടാ? ഈ ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി 3 കൂടി ഇട്ട. അപ്പൊ എണ്ണ തെളിയുമ്പോ നമ്മള് എണ്ണ തെളിയണ വരെ ഇതൊന്ന് വഴറ്റണം. ഓക്കെ, അപ്പൊ എണ്ണ തെളിയണ വരെ ഇനി വഴറ്റാട്ടോ. അതാണ് ചെയ്യാൻ പോകുന്നത്. അയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ എത്ര അയില എടുത്തിട്ടുണ്ട്? ഇതൊരു 2 അയിലയാണ്. 2 അയിലാണ് എടുത്തേക്കുന്നത്. 2 അയിലും അതിന്റെ തലയും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3-4 കൊടപ്പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പില. ഇത്രയാണ് നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നത്. പിന്നെ കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എണ്ണ തെളിയണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ദേ എണ്ണ ലേശം ഇങ്ങനെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് തെളിഞ്ഞിങ്ങനെ പൊന്തൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. മീൻ വേവാനുള്ള ഒരു വെള്ളം നമ്മൾ അമ്മ സ്റ്റൈലൊന്നും പറയണ്ട. അപ്പൊ നമുക്ക് ഇതിലേക്കാണ് ഇനി മീൻ ഇടേണ്ടത്. അപ്പൊ അത്യാവശ്യം നമ്മള് വെള്ളം ഇപ്പൊ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഇനി അതിലിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. യെസ്, അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാൻ പോവാം. നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി 2-3 അല്ലി നമ്മൾ കൊടപ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇനി തിളക്കട്ടെ നന്നായിട്ട്. അപ്പൊ അതേ നമ്മുടെ അത് മീൻകറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അയിലേനെ ആഡ് ചെയ്യാം. അതിലിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ തിളയ്ക്കാനൊക്കെ. ഇനിയുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അയില നന്നായിട്ട് വേവണം. അപ്പൊ അതുവരെ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേപ്പില ആഡ് ചെയ്യാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഇതിന്റെ മേലെ തളിക്കുക. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ സംഭവം കഴിഞ്ഞൂല്ലേ? അപ്പൊ മീൻകറി സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കെടുത്ത് സെർവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. വേറെ ഇനി തിളപ്പിക്കൊന്നും വേണ്ട. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.